ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ദ ഡെർമാക്കോ എന്ന ബ്രാൻഡിൻ്റെ 50% AHA 1% BHA ബിഗിനർ പീലിംഗ് ഫേസ് സൊല്യൂഷനെ കുറിച്ചിട്ടാണ്. ഈ വീഡിയോയിൽ ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ്റെ ബെനിഫിറ്റ്സ്, ഇതിലെ ഇൻഗ്രീഡിയൻസ്, പിന്നെ ഇത് ആർക്കൊക്കെ ഉപയോഗിക്കാം, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, പിന്നെ ഇത് ഉപയോഗിക്കുന്നതിന് മുൻപേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത്രയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ദി ഡെർമാക്കോ 15% AHA 1% BHA പീലിംഗ് സൊല്യൂഷൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തത് ഇതൊരു ജെന്റൽ എക്സ്ഫോളിയേഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 15% AHA എന്ന് പറയുമ്പോൾ ഇതിൽ 5% ഗ്ലൈക്കോളിക് ആസിഡ്, 5% ലാക്റ്റിക് ആസിഡ്, 5% മാൻഡലിക് ആസിഡ് എന്നിവയാണ് വരുന്നത്. അതേപോലെ 1% BHA സാലിസിലിക് ആസിഡും വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോൺസെൻട്രേഷൻ ബിഗിനേഴ്സിന് സ്യൂട്ടബിൾ ആണ്. ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ നമ്മുടെ സ്കിന്നിലെ ബിൽഡപ്പ് ആയിട്ടുള്ള ഡെഡ് സ്കിൻ സെൽസ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതിനും പോഴ്സിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്ത് നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിങ് ആയിട്ടും റേഡിയന്റ് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്ത ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിന്നിലെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യുന്നതിനും സ്കിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏജിങ് സൈൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ പോഴ്സ് ഒക്കെ ഒന്ന് മിനിമൈസ് ചെയ്ത് സ്കിൻ ബാരിയർ ഒക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് സ്കിൻ സർഫസ് സ്മൂത്ത് ആക്കുന്നതിനും പോഴ്സ് ഒക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യും. അടുത്തൊരു ബെനിഫിറ്റ് ആയിട്ട് പറയുന്നത്, നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡിസ്കളറേഷൻസ് ഒക്കെ മാറ്റി സ്കിൻ ഒന്ന് ഈവൻ ആക്കി സ്കിന്നിന് ഒരു ഹെൽത്തി ഗ്ലോ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഈ ഒരു പീലിംഗ് സൊല്യൂഷനിലെ 2 ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ട്, ചാമോമൈൽ, കാൻജുല എന്ന് പറഞ്ഞിട്ട്. ഇത് നമ്മുടെ എക്സ്ഫോളിയേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇറിറ്റേഷൻ ഇതൊക്കെ ഒന്ന് സൂത്തനാവാനും മോയ്സ്ചർ ലോസ് ഒക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി പറയുന്നത് ഈ ഒരു പീലിംഗ് സൊല്യൂഷനിൽ വരുന്ന മെയിൻ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചിട്ടാണ്. ഒന്നാമത്തേത് 5% ഗ്ലൈക്കോളിക് ആസിഡ് ആണ്. ആൽഫ ഹൈഡ്രോക്സി ആസിഡിന്റെ അല്ലെങ്കിൽ AHAയുടെ ഒരു ഫോമാണ്. സ്കിന്നിലെ ഡെഡ് സ്കിൻസ് എല്ലാം റിമൂവ് ചെയ്ത് സ്കിന്നെ ഫ്രഷ് ആയിട്ടും ബ്രൈറ്റ് ആയിട്ടും നല്ല യൂത്ത്ഫുൾ ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുകൂടാതെ പോഴ്സ് മിനിമൈസ് ചെയ്യുന്നതിനും ആക്നെ ഉണ്ടാവാതിരിക്കാനും പിന്നെ നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ കോംപ്ലക്ഷൻ റീസ്റ്റോർ ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് 5% ലാക്റ്റിക് ആസിഡ് ആണ്. ഹൈപ്പർ പിഗ്മെന്റേഷൻ, ഏജ് സ്പോട്ട്, ഡൾനെസ്, അൺഈവൻ കോംപ്ലക്ഷൻ ഇതൊക്കെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. കൂടാതെ പോർ സൈസ് റെഡ്യൂസ് ചെയ്യുന്നതിനും സ്കിൻ ബാരിയറിന്റെ ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും സ്കിന്നിലെ മോയ്സ്ചർ നിലനിർത്തുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത് 5% മാൻഡലിക് ആസിഡ് ആണ്. വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ജെന്റിൽ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. സെൻസിറ്റീവ് സ്കിൻ ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. ഡെഡ് സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ചെയ്ത് സ്കിന്നെ നല്ല ബ്രൈറ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അടുത്തത് 1% സാലിസിലിക് ആസിഡ്, ബീറ്റ ഹൈഡ്രോക്സി ആസിഡ് അല്ലെങ്കിൽ BHAയുടെ ഫോമാണ്. ആക്നെ വരാതിരിക്കാനും എൻലാർജ് പോഴ്സ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സാലിസിലിക് ആസിഡ് നമ്മുടെ സ്കിന്നിലേക്ക് പെനിട്രേറ്റ് ആയി നമ്മുടെ പോഴ്സിൽ അടിഞ്ഞുകൂടി നിൽക്കുന്ന സെബം അല്ലെങ്കിൽ ബാക്ടീരിയ ഇതൊക്കെ ക്ലിയർ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പീലിംഗ് സൊല്യൂഷനിൽ വരുന്ന ഫുൾ ഇൻഗ്രീഡിയൻസിന്റെ ലിസ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. ഇനി പറയുന്നത് ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളതെന്നാണ്. റഫ് സ്കിൻ ടെക്സ്ചർ ഉള്ളവർ, ഡൾനെസ് ഉള്ളവർ, ലാർജ് പോഴ്സ് ഉള്ളവർ, ആക്നെ, ബ്ലെമിഷസ്, ഡാർക്ക് സ്പോട്ട്, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഇതൊക്കെ ഉള്ളവർക്ക് ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കാവുന്നതാണ്. സെൻസിറ്റീവ് സ്കിൻ അടക്കം എല്ലാ സ്കിൻ ടൈപ്സിലും സൂട്ടബിൾ ആണെന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാലും എക്സ്ട്രീം ഡ്രൈ സ്കിൻ ഉള്ളവരും സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരും ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഉപയോഗിക്കുക. പിന്നെ ഇതിൽ വരുന്നൊരു സംശയം, ഇത് ഏത് ഏജുകാർക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. 25 years ആൻഡ് അബവ് ഉള്ളവർക്കാണ് ഈ ഒരു പീലിംഗ് സൊല്യൂഷൻസ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നല്ലത്. അതിന് താഴെയുള്ള ഏജ് ഗ്രൂപ്പിന് ഈ ഒരു പീലിംഗ് സൊല്യൂഷൻസിന് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. അതേപോലെ 2 to 3 months എങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് സ്കിൻ കെയർ റൂട്ടീൻ ചെയ്ത് വന്നവർ മാത്രം പീലിംഗ് സൊല്യൂഷൻസ് ഉപയോഗിക്കുക. എക്സ്ഫോളിയേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ആ വീഡിയോ കണ്ടു നോക്കുക. വീഡിയോയുടെ മേലെയായിട്ട് ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. ഇനി പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ ഉപയോഗിക്കേണ്ടതെന്നാണ്. ഫസ്റ്റ് സ്റ്റെപ്പ്, നമ്മുടെ ഫേസ് ഒരു ജെന്റിൽ ക്ലെൻസർ വെച്ച് ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് ഫേസ് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം പീലിംഗ് സൊല്യൂഷൻ നമ്മുടെ ഫേസിൽ ഈവൻ ആയിട്ട് അപ്ലൈ ചെയ്യുക. അതിന് മുൻപേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ണിന് ചുറ്റും, മൂക്കിൻ്റെ കോർണറിൽ, ലിപ്സിൻ്റെ കോർണറിലൊക്കെ വാസലിൻ അപ്ലൈ ചെയ്യുക. ഇതെന്തിനെന്ന് വെച്ചാൽ, സെൻസിറ്റീവ് ഏരിയ ആയിട്ട് ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ കോൺടാക്ട് വരുന്ന സമയത്ത് ബേണിംഗ് ഫീൽ ചെയ്യും. അത് ഒഴിവാക്കാനായിട്ടാണ് വാസലിൻ ഉപയോഗിക്കുന്നത്. ഈ ഒരു പീലിംഗ് സൊല്യൂഷൻ 10 മിനിറ്റാണ് നമ്മുടെ മുഖത്ത് വെക്കേണ്ടത്. ആഴ്ചയിൽ 2 തവണയായിട്ടാണ് ഉപയോഗിക്കാൻ പറയുന്നത്. അതിൽ കൂടുതൽ ഒരിക്കലും പാടില്ല. ഇത് ഓരോ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് മാറുന്നതാണ്. അപ്പോൾ ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ്ഫോളിയേഷനെ കുറിച്ച് ചെയ്തിട്ടുള്ള ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇനി ഇത് കഴുകി കളയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്ലെയിൻ വാട്ടറിൽ കഴുകി കളയാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ക്രീമി ക്ലെൻസർ ഉപയോഗിച്ച് ചെറു ചൂടുവെള്ളത്തിൽ കഴുകി കളയാം. തേർഡ് സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ടത്, 15 മിനിറ്റിന് ശേഷം നിങ്ങളൊരു സെറാമൈഡ് ബേസ്ഡ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ, ഈ ഒരു എക്സ്ഫോളിയേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് നേരിയൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യും. ഇതൊന്ന് സൂത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു സെറാമൈഡ് അല്ലെങ്കിൽ ഹൈഡ്രോണിക് ആസിഡ് ഹെൽപ്പ് ചെയ്യും. ഫേസ് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം
സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. ഇത് നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ വേണ്ട. പീലിംഗ് സൊല്യൂഷൻസ് ഉപയോഗിക്കുമ്പം നൈറ്റോ അല്ലെങ്കിൽ ഈവനിംഗ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഡേ ടൈമിൽ സൺ പ്രൊട്ടക്ഷൻ നിർബന്ധമാണ്. സൺസ്ക്രീൻ്റെ അത് പുറത്തിറങ്ങാൻ പാടില്ല. അതേപോലെ എക്സ്ഫോളിയേഷൻ കഴിഞ്ഞ് അടുത്തൊരു 3 ദിവസം സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ ചെയ്യുക. ജെന്റിൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് മാത്രം ഉപയോഗിക്കുക. പിന്നെ പറയാനുള്ളത് ഡെർമാക്കോ 15% AHA 1% BHA ബിഗിനർ പീലിംഗ് ഫേസ് സൊല്യൂഷൻ പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. പ്രൈസ് വരുന്നത് 30 ml 499 ആണ്. ഓൺലൈനിൽ വാങ്ങിക്കുന്ന സമയത്ത് ഇതിലും കുറവായിരിക്കും. പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ആവശ്യമുള്ളവർ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.